السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونصلي ونسلم على سيدنا وحبيبنا محمد أشرف خلق الله وعلى آله وأصحابه ومن والاه أما بعد. اللهم رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, 28/4/2017 വെള്ളിയാഴ്ച യുഎഇയിലെ പള്ളികളിൽ ജുമുഅ ഖുത്ബ പ്രതിബദ്ധത അൽ വഫ എന്ന അതിമഹത്തായ ഒരു സ്വഭാവ ഗുണത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷ്മാലുക്കളായി ജീവിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഖതീബ് ഓതിക്കേൾപ്പിക്കുന്ന ഖുർആനിക സൂക്തം എങ്ങനെയാണ്? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് തിരിച്ചയക്കപ്പെടുന്ന ഒരു ദിവസം നിങ്ങൾ സൂക്ഷിക്കുക. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുഗ്ലമൂൻ, പിന്നീട് ഓരോരുത്തർക്കും താൻ ചെയ്തതിനുള്ള പ്രതിഫലം പൂർണ്ണമായി നൽകപ്പെടും, അവരോട് അക്രമം പ്രവർത്തിക്കപ്പെടില്ല. മുഅ്മിനീങ്ങളെ, സ്വഭാവ ഗുണങ്ങൾക്ക് വലിയ സ്ഥാനമാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം കൽപ്പിച്ചിരിക്കുന്നത്. ആളുകളോട് നല്ല നിലയിൽ പെരുമാറുന്നവന് അള്ളാഹുവിൽ നിന്ന് വലിയ ഔദാര്യം ലഭിക്കുമെന്നാണ് ദീൻ നമ്മോട് പറയുന്നത്. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നല്ല സ്വഭാവക്കാരെ വലിയ ഇഷ്ടമാണ് എന്നു മാത്രമല്ല, അന്ത്യനാളിൽ ഇത്തരം ആളുകളുടെ ഇരിപ്പിടം പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തായിരിക്കുമെന്നാണ് അവിടുന്ന് പഠിപ്പിച്ചിരിക്കുന്നത്. ഒരു ദിവസം വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുചരന്മാരോട് ചോദിച്ചുവത്രേ, അലാ ഉഖ്ബിറുക്കും ബിഅഹബ്ബിക്കും ഇലയ്യ വഅഖറബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമഹ, നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവനും എന്നോട് അന്ത്യനാളിൽ ഏറ്റവും സമീപസ്ഥനും ആരാണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെയോ? സ്വഹാബികൾ ചോദിച്ചുവത്രേ, നഅം യാ റസൂലല്ലാഹ്, അതെ തിരുനബിയെ, അങ്ങത് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതിവചിച്ചു, അഹ്സനുക്കും ഖുലുഖ, നിങ്ങളിലെ ഏറ്റവും നല്ല പെരുമാറ്റ രീതിയുള്ളവനാണ്. നല്ല സ്വഭാവക്കാരൻ വലിയ ഭാഗ്യം സിദ്ധിച്ചവനാണ്. അതിനു പുറമെ ഭൂമിയിൽ അവനെക്കുറിച്ച് നല്ല വാക്കുകൾ പറയപ്പെടും. ജനഹൃദയങ്ങളിൽ അവൻ കുടിയിരുത്തപ്പെടും. ബിമകാരിമിൽ അഖ്ലാഖി കുൻ മുതഖല്ലിഖ ലിയഫൂഹ മിസ്കു സനാഇകൽ അത്റുശ്ശദി, നീ നല്ല സ്വഭാവങ്ങൾ കൈക്കൊള്ളണം, എങ്കിൽ നിന്നെക്കുറിച്ചുള്ള പ്രശംസയ്ക്കുപോലും സുമോഹനമായ പരിമളമുണ്ടാവുമെന്നാണ് അതിന്റെ സാരം. മുഅ്മിനീങ്ങളെ, പ്രതിബദ്ധത, വാഗ്ദാന പാലനം എന്നത് ഇത്തരം മഹോന്നതമായ സ്വഭാവ ഗുണങ്ങളിൽ പ്രഥമഗണനീയമാണ്. സ്വന്തമായി ഏറ്റെടുത്ത അല്ലെങ്കിൽ വന്നു ചേർന്ന കടപ്പാടുകളും ഉടമ്പടികളും ഉത്തരവാദിത്തങ്ങളും ശിരസ്സാവഹിക്കുക, നടപ്പിലാക്കുക എന്നതാണ് പ്രതിബദ്ധത. ആളുകൾക്ക് പരസ്പര വിശ്വാസം ദൃഢീകരിക്കുന്നതിൽ വാഗ്ദാന പാലനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രതിബദ്ധത സ്വഭാവഗുണമായി അലങ്കരിച്ചവന് സൃഷ്ടാവിന്റെയും സൃഷ്ടികളുടെയും ഇഷ്ടം കരഗതമാവും. കാരണം അള്ളാഹു അവന്റെ അടിമകളിൽ നല്ല വിശേഷണങ്ങൾ പറയപ്പെടൽ ഏറെ ഇഷ്ടപ്പെടുകയാണ്. അള്ളാഹു സ്വന്തം വിശേഷണങ്ങൾ അവതരിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറയുന്നതു കാണാം, വമൻ ഔഫാ ബിഅഹ്ദിഹി മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ വലിയ വാഗ്ദാന പാലകൻ ആരുണ്ട്? വീണ്ടും ബുദ്ധിശാലികളെ പ്രശംസിക്കുമ്പോൾ ഖുർആൻ അവർക്ക് എടുത്തു പറഞ്ഞ ഒരു ഗുണം ഇങ്ങനെ കാണാം, ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, ബുദ്ധിമതികൾ മാത്രമാണ് ചിന്തിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുകയുള്ളൂ. എന്നിട്ട് അവരെ കുറിച്ച് പറയുന്നു, അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാഹ്
വലാ യൻഖുദൂനൽ മീസാഖ് അല്ലാഹുവുമായുള്ള പ്രതിജ്ഞകൾ നിറവേറ്റുകയും കരാറുകൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണവർ. അവർ തന്നെയാണ് നാളെ അല്ലാഹുവിങ്കൽ ഏറ്റവും ശ്രേഷ്ഠരായവർ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് പോലെ ഉലൈക ഖിയാറു ഇബാദില്ലാഹി ഇൻദല്ലാഹ് അവരാണ് അല്ലാഹുവിങ്കൽ അവന്റെ ഏറ്റവും നല്ല അടിമകൾ. എന്നിട്ട് അവിടുന്ന് വിശദീകരിച്ചു അൽ മൂഫൂനൽ മുതീബൂൻ കരാറ് പാലിക്കുന്നവരും ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവരുമാണവർ എന്ന് വിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം തങ്ങളുടെ പ്രതിബദ്ധതയെക്കുറിച്ച്, വാഗ്ദാന പാലനത്തെക്കുറിച്ച് നാളെ ഞങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അള്ളാഹു പറയുന്നത് പോലെ വഔഫൂ ബിൽ അഹ്ദ് കരാറുകൾ നിങ്ങൾ പൂർത്തീകരിക്കണം. ഇന്നൽ അഹ്ദ കാന മസ്ഊല കരാറുകളെ പറ്റി വിചാരണ നടത്തപ്പെടുക തന്നെ ചെയ്യും എന്നും ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, കരാർ പൂർത്തീകരണം ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ വസിയ്യത്താണ്, അള്ളാഹുവിന്റെ ഉപദേശമാണ്. ഖുർആൻ പറയുന്നു വബിഅഹ്ദില്ലാഹി ഔഫൂ ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തദക്കറൂൻ അള്ളാഹുവിന്റെ ഉടമ്പടികൾ നിങ്ങൾ നിറവേറ്റുക, നിങ്ങൾ ചിന്തിക്കുവാനായി അവൻ നൽകുന്ന സതുപദേശമാണിത്. അഥവാ നിങ്ങൾക്ക് അള്ളാഹു നൽകിയ കൽപ്പനകളും നിരോധനങ്ങളും നിങ്ങൾ അംഗീകരിക്കുകയും അവനെ വഴിപ്പെടുകയും വേണം. അവന്റെ വിശുദ്ധ ഗ്രന്ഥവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയും നിങ്ങൾ പുൽകുകയും വേണം. അങ്ങനെ നാം പ്രതിബദ്ധത പ്രകടിപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ സുരലോക സ്വർഗം നമ്മെ തേടിയെത്തും. ഖുർആൻ പറയുന്നു ഔഫൂ ബിഅഹ്ദി നിങ്ങൾ എന്റെ കരാർ പൂർത്തീകരിക്കുവിൻ, ഊഫി ബിഅഹ്ദിക്കും എങ്കിൽ ഞാൻ നിങ്ങൾക്കുള്ള എന്റെ കരാറും പൂർത്തീകരിക്കും, വ ഇയ്യായ ഫർഹബൂൻ നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുകയും ചെയ്യുവിൻ എന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അഥവാ നിങ്ങൾ നിങ്ങളുടെ ഭാഗം ഭംഗിയാക്കിയാൽ, പൂർണ്ണമായി ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗജീവിതം നൽകാൻ ഞാൻ സന്നദ്ധനാണ് എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. വിശ്വാസി തന്റെ രക്ഷിതാവിന് നേർച്ചകൾ നേരുമ്പോൾ അവ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് സജ്ജനങ്ങളുടെ ചര്യയാണെന്നാണ് ഖുർആന്റെ ഭാഷ്യം. യൂഫൂന ബിന്നദ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ എന്നാണ് ഖുർആൻ പറയുന്നത്. ഭൂമിയിൽ നേർച്ചകൾ പൂർത്തീകരിക്കുകയും വ്യാപക വിനാശങ്ങളുള്ള പാരത്രിക ദിനം ഭയപ്പെടുന്നവരുമാണ് സജ്ജനങ്ങൾ എന്നാണ് ഖുർആൻ പറയുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള വാഗ്ദാന പൂർത്തീകരണം, അവിടത്തെ വഴിപ്പെടലും ചര്യകൾ അനുധാവനം ചെയ്യലും മറ്റെല്ലാത്തിലുമുപരി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കലുമാണ്. അവിടത്തോടുള്ള വിധേയത്വം അള്ളാഹുവിനോടുള്ള വിധേയത്വമാണ്. മൻ യുതഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ് ആര് പ്രവാചകനെ വഴിപ്പെട്ടുവോ അവൻ അള്ളാഹുവിനെ വഴിപ്പെട്ടിരിക്കുന്നു എന്നാണ് ഖുർആനിന്റെ അധ്യാപനം. മുഅ്മിനീങ്ങളെ, ആളുകളുമായുള്ള ഉടമ്പടി പൂർത്തീകരണവും കരാർ പാലനവും അള്ളാഹു കൽപ്പിച്ച വാഗ്ദാന പാലനത്തിന്റെ ഭാഗം തന്നെയാണ്. വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ ഔഫൂ ബിൽ ഉഖൂദ് സത്യവിശ്വാസികളെ നിങ്ങൾ കരാറുകൾ പൂർത്തീകരിക്കുവിൻ എന്നാണ്. ഒപ്പുവെച്ച ധാരണാപത്രങ്ങളും കരാറുകളും ലംഘിക്കരുതെന്നും അവയിൽ മാറ്റിത്തിരുത്തലുകൾ വരുത്തരുതുമെന്നാണ് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അൽ മൂഫൂന ബിഅഹ്ദിഹിം ഇദാ ആഹദു കരാർ ചെയ്താൽ അത് പൂർത്തീകരിക്കുന്നവരാണ് എന്ന് മുഅ്മിനീങ്ങളെ വിശേഷിപ്പിച്ച ശേഷം ഖുർആൻ പറയുന്നത് ഉലൈകല്ലദീന സദഖൂ ഈ കരാർ പൂർത്തീകരിക്കുന്നവരാണ് ശരിക്കും വിശ്വാസികളെന്നും വ ഉലൈക ഹുമുൽ മുത്തഖൂൻ അവർ തന്നെയാണ് അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർ എന്നുമാണ്. മുഅ്മിനീങ്ങളെ, കടബാധ്യതകൾ കൊടുത്തുവിട്ടലും അല്ലാഹുവുമായുള്ള കരാർ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ്. പരസ്പര വിശ്വാസവും ബഹുമാനവും നിലനിൽക്കാൻ കടങ്ങൾ കൊടുത്തുവീട്ടണം. അതേറ്റവും ഉന്നതമായ പ്രതിബദ്ധതയാണ്. സമൂഹത്തിലെ വ്യക്തികൾക്കിടയിൽ ഗുണപരമായ ക്രിയവിക്രയങ്ങൾക്ക് അത് പ്രചോദനമാകും. കടം വാങ്ങിയവൻ അത് തിരിച്ചു നൽകാൻ ബാധ്യസ്ഥനാണ്. അത് ഏത് വിധേനയും വീട്ടി പ്രതിബദ്ധത തെളിയിക്കുമ്പോൾ
അള്ളാഹു അവന് വിട്ടുവീഴ്ച നൽകും. നമുക്ക് നന്മ ചെയ്തവർക്ക് നല്ലത് തിരിച്ചു നൽകാൻ ഈ വാഗ്ദാന പൂർത്തീകരണത്തിന്റെ ഭാഗമായി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനും അവന്റെ പ്രവാചകനും ശേഷം ഒരാൾ ഏറെ കടപ്പെട്ടിരിക്കുന്ന മറ്റൊരു അസ്തിത്വം അത് സ്വന്തം ജന്മനാടാണ്. അസ്മാഇ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളതുപോലെ, ഇദാ അറദ്ത അൻ തഅരിഫ വഫാഅർ റജുൽ, ഒരാളുടെ പ്രതിബദ്ധത മനസ്സിലാക്കണമെന്നു താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, വവഫാഅ അഹ്ദി, അയാളുടെ കരാർ പൂർത്തീകരണ ബോധവും താങ്കൾ കളന്നു നോക്കണമെങ്കിൽ, ഫൻദുർ ഇലാ ഹനീനിഹി ഇലാ ഔത്താനി, സ്വന്തം ജന്മനാടിനോട് അവനെത്ര ഹൃദയാലുത്വമുണ്ട്, ഗൃഹാതുരതയുണ്ട് എന്നു മാത്രം നീ നോക്കിയാൽ മതിയെന്ന്. രാജ്യത്തോട് ഗൃഹാതുരത രാജ്യത്തെ ബഹുമാനിക്കലും പ്രതിരോധിക്കലും ജനതയുടെ ഉന്നതിക്കായി അഹോരാത്രം പരിശ്രമിക്കലുമാണ്. മുഅ്മിനീങ്ങളെ, വിശ്വാസിക്ക് നൽകപ്പെട്ട ഏറ്റവും ഉദാത്തമായ അനുഗ്രഹം സൽസ്വഭാവമാണ്. ഏറെ മികവുറ്റ സ്വഭാവ ഗുണമാവട്ടെ വാഗ്ദാന പാലനവുമാണ്. മാതാപിതാക്കളോട് നാം പ്രതിബദ്ധതയുള്ളവരാവണം. അത് അവർക്ക് നന്മ ചെയ്തും അവർക്ക് സന്തോഷം പകർന്നും നമുക്ക് സാധ്യമാവും. അവർക്ക് വഴിപ്പെടലും അവരോട് നന്നായി സഹവർത്തിക്കലും അതിന്റെ ഭാഗം തന്നെയാണ്. എന്നു മാത്രമല്ല, നമ്മുടെ അസ്തിത്വത്തിന്റെ തന്നെ അടിത്തറയാണവ. അള്ളാഹു അവനു നന്ദി കാണിക്കണമെന്ന് പറയുന്നിടത്ത് ഒരേ വാചകത്തിൽ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യാൻ ആഹ്വാനം നൽകിയിട്ടുണ്ട്. അനിഷ്കുർലി വലിവാലിദൈക്, എനിക്ക് നന്ദി ചെയ്യണമെന്നും നിന്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണമെന്നും ഞാൻ കൽപ്പിക്കുന്നുവെന്നാണ് ഖുർആൻ പറയുന്നത്. വ ഇലയ്യൽ മസീർ, മടക്കം എന്നിലേക്കാണ് എന്നുകൂടി ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. മുഅ്മിനീങ്ങളെ, കുടുംബക്കാരോട് സ്നേഹം വഴി പ്രതിബദ്ധത പ്രകടിപ്പിക്കണം. കൂട്ടുകാരോടും അയൽവാസികളോടും പ്രതിബദ്ധത നല്ല സഹവാസത്തിലൂടെ നടപ്പിലാവണം. മേലുദ്യോഗസ്ഥൻ ചെയ്ത വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് തന്റെ കീഴുദ്യോഗസ്ഥരോട് പ്രതിബദ്ധതയുള്ളവനാകണം. അങ്ങനെ സുദൃഢമായ പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സാമൂഹിക ചുറ്റുപാട് സംജാതമാവണം. എല്ലാ മേഖലകളിലും വാഗ്ദാന പാലനം പ്രകടമാവുമ്പോൾ സാമൂഹിക ജീവിതം എത്ര മനോഹരമായിരിക്കും. അങ്ങനെ ഓരോരുത്തരും പ്രതിബദ്ധതയുടെ സുമോഹന ഫലങ്ങൾ ജനങ്ങളുടെ ഇഷ്ടമായി, സ്നേഹമായി, ബഹുമാനാദരവുകളായി അനുഭവിച്ചുകൊണ്ടിരിക്കും. തീർന്നില്ല, പരലോകത്ത് വെച്ച് അള്ളാഹു അവന് അതിമഹത്തായ പ്രതിഫലം നൽകുകയും ചെയ്യും. വമൻ ഔഫാ ബിമാ ആഹദ അലൈഹുല്ലാഹ്, അള്ളാഹുവുമായി ചെയ്ത കരാറിനോട് ആരു പ്രതിബദ്ധത കാണിക്കുന്നുവോ ഫസയുതീഹി അജ്റൻ അളീമ, അവന് അതിമഹത്തരമായ പ്രതിഫലം അള്ളാഹു നൽകും എന്ന് ഖുർആൻ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.